ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവറി സെഷൻ. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് സുറിയാനി സഭയുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെക്കുറിച്ച് പലപ്പോഴും സഭയുടെ മക്കൾ അജ്ഞരായിത്തീരുന്നത് കാണുമ്പോൾ അവയെ യഥാവിധം അവരുടെ കാതുകളിലൂടെ അവരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ട പുരോഹിതന്മാരും സഭയുടെ സ്ഥാനികളുമൊക്കെ അതിന് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഏറെ കുറവുള്ളവനും ബലഹീനനും ഏറ്റവും ഭാവിയും ഈ സഭയിലെ ഏറ്റവും കൊള്ളരുതാത്തവനുമായ എനിക്ക് തോന്നി അത് എൻ്റെ അറിവിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല വീഡിയോകളും ചെയ്ത്. എന്നാൽ നിത്യപ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യം സഭയിലെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ചോർന്നു പോകുന്നതിനെക്കുറിച്ച് ഖിന്നരായ ചില ആളുകൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്കൊരു അല്പസമയം ചിന്തിക്കാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസത്തിന് 8 യാമങ്ങളുണ്ട്, 3-24. പക്ഷെ സഭയുടെ പ്രാർത്ഥനാക്രമങ്ങളെ 7 യാമങ്ങളായിട്ട് തിരിച്ചു. 7 യാമങ്ങളായിട്ട് തിരിച്ചിട്ട് ആ 7 യാമ പ്രാർത്ഥനയിൽ പാതിരാട നമസ്കാരത്തെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ ദശേന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ച് പ്രാർത്ഥനകൾ 10 ആകുന്നു. ഒന്നിന് കുറവ് വന്നാൽ ഒരു ഇന്ദ്രിയത്തിന് കുറവും കുറ്റകരവും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇന്നത്തെ സമൂഹത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറയാം. ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിനോ 10 വാതിലുണ്ട്, അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ഒക്കെ ആയിട്ട്. ഈ 10 വാതിലിൽ 9 എണ്ണം പൂട്ടി, ഒരെണ്ണം പൂട്ടാതെ തുറന്നിട്ടാൽ അതിലൂടെ കള്ളനും കവർച്ചക്കാരനുമൊക്കെ വളരെ ഈസി ആയിട്ട് കയറി ഇറങ്ങി അതിനകത്തെ കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാം, അല്ലെ അത് കൈക്കലാക്കാം, തുറന്ന് അതിൽ നിന്നുള്ളതൊക്കെയും അടിച്ചു മാറ്റാം, ഇതൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ്റെ ദശേന്ദ്രിയങ്ങളെ ഉദ്ദേശിച്ച് പ്രാർത്ഥനകൾ 10 ആകുന്നു. 10 ഇന്ദ്രിയങ്ങൾ, അതായത് സൂത്താറ നമസ്കാരത്തിനകത്ത് ഞങ്ങളുടെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണം എന്ന് പറയുന്നു. ഞങ്ങളുടെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണം എന്ന് പറഞ്ഞ ചിന്ത തൊട്ട്, അതായത് ആ ആത്മാവിൻ്റെ 5 ഇന്ദ്രിയങ്ങൾ, ജഡത്തിൻ്റെ 5 ഇന്ദ്രിയങ്ങൾ, തുറക്കപ്പെട്ട അവയവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളായിട്ട് ജഡത്തിൻ്റെ അവയവങ്ങളുമുണ്ട്. ആ അവയവങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണമെന്ന് കേൾവിയാൽ പാപം ചെയ്യാതിരിക്കാൻ, കാഴ്ചയാൽ ചെയ്യാതിരിക്കാൻ, സംസാരത്താൽ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് നീ കാവൽക്കാരനെ നിയമിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈ പ്രാർത്ഥനകളിൽ യാമപ്രാർത്ഥന, ഏത് യാമത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നാലും ആ യാമം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങണം. അതായത് ഒരു ദിവസം സഭയുടെ ക്രമീകരണം അനുസരിച്ച് ആരംഭിക്കുക എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച എന്നത് ഇന്ന് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും ആകുമ്പോൾ വെള്ളിയാഴ്ച തീർന്ന് 6 മണിയാകുമ്പോൾ ശനിയാഴ്ച ആരംഭിച്ചു. അപ്പം 5-നും 6-നും ഇടയ്ക്ക് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന നടത്തണം. അതാണ് ക്രമം. അതാത് യാമങ്ങളുടെ ക്രമം അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അവിടുന്ന് 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത യാമത്തിൻ്റെ പ്രാർത്ഥന ആരംഭിക്കണം. അവിടുന്ന് 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അടുത്ത യാമത്തിൻ്റെ പ്രാർത്ഥന ആരംഭിക്കണം. അതായത് പാതിരാട നമസ്കാരം എന്ന് പറയുമ്പം ക്രമം അനുസരിച്ചാണ് രാത്രി 11 മണിക്കാകേണ്ടത്. അതുപോലെ പ്രഭാതത്തിൻ്റേത് 5-നും 6-നും ഇടയ്ക്ക് ചെയ്യണം. ഇങ്ങനെ ഓരോ ഉച്ച നമസ്കാരം എന്ന് പറയുന്നത് 11 മണിക്ക് നടത്തണം. അതായത് 6 മണി നമസ്കാരം 11 മണിക്ക് നടത്തണം. ഇങ്ങനെ എല്ലാവരും 3 മണിക്കൂറിൻ്റെ അകലത്തിൽ ചെയ്യേണ്ടതാണ് പ്രാർത്ഥന. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിളായ കാര്യമല്ല. അതുകൊണ്ട് പിതാക്കന്മാരെന്ത് ചെയ്തു? പ്രാർത്ഥനയിൽ കുറവ് വരാതിരിക്കാൻ ഈ പ്രാർത്ഥനയെ 2 അങ്ങ് ഡിവൈഡ് ചെയ്തു, സന്ധ്യയ്ക്കും പ്രഭാതത്തിലുമായിട്ട്. ഇതെല്ലാം ചെയ്യേണ്ടത് 5-നും 6-നും ഇടയ്ക്ക്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി 9 മണി നമസ്കാരം, സന്ധ്യ സൂത്താറ, പ്രഭാതത്തോടുകൂടി പാതിരാട നമസ്കാരം, അതിൻ്റെ 3 ക്രമങ്ങളും, പിന്നെ പ്രഭാതം 3-ാം മണി 6-ാം മണി. ഇങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനകളെല്ലാം തുടങ്ങുന്നത് പരിശുദ്ധ തൃത്വത്തെ 3 ക്നൂമാകളെ ഏകമായി കണ്ട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും അതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നിങ്ങൾ ആ പ്രാർത്ഥന ശ്രദ്ധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. അവിടെ ഏകത്താണ്.
ഏകമാണ്. 3 ക്രൂമകളായിരിക്കെ ഏകമായി ആരാധിക്കപ്പെടുന്നു. ആ പ്രാർത്ഥന ആകാശങ്ങളും ഭൂമി തൻ്റെ സ്തുതികൾ കൊണ്ട് വന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞതിന് ശേഷം ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വന്നവൻ അതായത് യേശുക്രിസ്തുവിനെ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം പിതാവിനെ, പുത്രനെ, പരിശുദ്ധ റൂഹായെ, അവരുടെ പ്രത്യേകതകളെ എല്ലാം എടുത്ത് കൃത്യമായിട്ട് ആ പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ പറഞ്ഞതിന് ശേഷം വീണ്ടും ത്രൈത്വ ശുദ്ധീകരണ പ്രാർത്ഥന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ടവനെ എന്ന്. അവിടെയും തൃത്വത്തെ ഏകമായി തന്നെ സംയോജിപ്പിച്ചാണ് ആ പ്രാർത്ഥന വരുന്നത്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കൗമ നമസ്കരിച്ച് കൃത്യമായി അതിൻ്റെ അർത്ഥമറിഞ്ഞ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നീ എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും നിൻ്റെ കാര്യങ്ങൾ നിവൃത്തിയാക്കപ്പെടുമെന്നേ. അത് ചെയ്യാതിരുന്നേച്ച് ഇതാ അവിടെ ഇതാ ഇവിടെ എന്ന് പറഞ്ഞ് ഓടിയാൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് മലയാളത്തിൽ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഭാവ പിതാവേ എന്നർത്ഥം. അതുപോലെ തന്നെ അബുന്ത വിസ്മായോ എന്നതും ഒക്കെ ചേർത്ത് വെച്ച് ഉള്ളതായ ആ പ്രാർത്ഥന, സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്ന് ഞാൻ മുൻപിലൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം മാതാവിനോടുള്ള നമ്മുടെ അപേക്ഷയും അതുപോലെ തന്നെ മാതാവിന് കിട്ടിയതായ ആ ദൈവിക നൽവരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലോട്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, നമ്മുടെ അല്ല കേട്ടോ, ഞങ്ങളുടെ കർത്താവ്. ഇത് മാലാഖ പറഞ്ഞാണേ, ഗബ്രിയേൽ മാലാഖ പറഞ്ഞാണ്, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു, നിൻ്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനുമാകുന്നു എന്ന് മാലാഖ പറഞ്ഞു. തുടർന്ന് നമ്മളും പറയാണ്, മാലാഖ അത്രയും അവൾക്കൊരു പുകഴ്ച കൊടുക്കുമ്പോൾ, അല്ലെ അവളെ ബഹുമാനിക്കുമ്പോൾ, നമ്മൾ മനുഷ്യരായിരിക്കുന്നവർ പറയുക ദൈവമാതാവായ, അതായത് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകൊണ്ട് അവനെ ഉദരത്തിൽ വഹിച്ചവള് മാനുഷികമായ കണ്ണിൽ ദൈവമാതാവ് എന്നാണ് വിളിക്കുന്നത്. ആ ദൈവമാതാവായവളോട് പറയാൻ ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അതായത് പുത്രൻ തമ്പുരാനോട് നീ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചേർന്ന് അപേക്ഷിക്കുന്നവളായിരിക്കണം എന്ന്. അതിനുശേഷം 9-ാം മണി നമസ്കാരം, 9-ാം മണി നമസ്കാരം എന്ന് പറയുന്നത് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. 9-ാം മണി നമസ്കാരം വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥനയാണ്. അതിനും കോലോകളുണ്ട്. കോലോകൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ എന്നാണ് ആ വാക്കിന് അർത്ഥം കേട്ടോ. കോലോകൾ എന്ന് പറഞ്ഞാൽ പാട്ടുകളുണ്ട്. ബൂസ എന്ന് പറഞ്ഞാൽ അപേക്ഷയുണ്ട്. അതുപോലെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷവും ത്രൈത്വ ശുദ്ധീകരണ പ്രാർത്ഥനയുണ്ട്. അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധം. വീണ്ടും ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു തുടങ്ങി ഒരു കൗമയുടെ ആരംഭം കൂടെ നടത്തിയിട്ടാണ് സന്ധ്യാപ്രാർത്ഥന നടത്തുന്നത്. സന്ധ്യാപ്രാർത്ഥനയിൽ ആ ത്രൈത്വ ശുദ്ധീകരണ പ്രാർത്ഥനയും സ്വർഗസ്നായ പിതാവേയും കൃപ നിറഞ്ഞ മറിയമേയും കഴിഞ്ഞതിന് ശേഷം 51-ാം സങ്കീർത്തനം കടന്നു വരുന്നുണ്ട്. 51-ാം സങ്കീർത്തനം എന്താണ്? ഒരു ദാവീദ് താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപിക്കുന്നതാണ് 51-ാം സങ്കീർത്തനമാണ്. അത് പാട്ടുകളാണ്. മലയാളത്തിലേക്ക് അത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തിനും പാടാൻ കഴിവില്ലാത്തവർക്കും സാധാരണക്കാരനും മനസ്സിലാകുന്നതിന് വേണ്ടി അത് ഗദ്യരൂപത്തിൽ രേഖപ്പെടുത്തിയെന്ന് മാത്രം. അപ്പം ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറയുന്നത്, അതായത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ പാപങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി പശ്ചാത്താപിക്കുവാനുള്ള ഒരു ക്രമീകരണമായിട്ടാണ് 51-ാം സങ്കീർത്തനം അവിടെ കൊടുത്തേക്കുന്നത്. എല്ലാ യാമപ്രാർത്ഥനകളിലെയും ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടുകൂടെ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടുകൂടെ എന്നുള്ളതാണ്. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം വരുന്ന ഭാഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും എനിക്ക് എന്നോട് എന്നുള്ള അർത്ഥം വരുന്നത്. കാരണം എൻ്റെ പാപങ്ങളെക്കുറിച്ച് എനിക്കേ പശ്ചാത്താപിക്കാൻ പറ്റുള്ളൂ, അതെൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ 51-ാം സങ്കീർത്തനം കഴിഞ്ഞ് 140, 141, 118, 116 സങ്കീർത്തനങ്ങളോട് നമ്മൾ കടന്നു പോകും. ആ പ്രാർത്ഥനകൾ വളരെ സശ്രദ്ധം ശ്രദ്ധിക്കുക. ഓരോ വാക്കായിട്ട് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അതെത്രമാത്രം നമുക്ക് എനർജറ്റിക് ആണ് എന്ന്. പിന്നെയുള്ളത് ഈ എഗ്ബോയാണ്. എഗ്ബോ എന്ന വാക്കിനർത്ഥം പ്രത്യേക പ്രാർത്ഥനകൾ എന്നാണ്. ഈ പ്രത്യേക പ്രാർത്ഥന അതാത് സന്ദർഭം അനുസരിച്ച് മാറാം. ഇവിടെ കർത്താവേ കരുണയോടെ നിൻ്റെ ചെവി അയച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ഉത്തരമരുളണമേ. എന്തിനാ കരുണയോടെ എന്ന് അവിടെ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ, പകൽ സമയത്തെ അധ്വാനവും പ്രയത്നങ്ങളും പ്രവൃത്തികളും
ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കടന്നു പോയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് കരുണയോടെ നീ ഒന്ന് ചെവി ചായച്ച് ഞങ്ങളുടെ അപേക്ഷ ഒന്ന് കേൾക്കണം. പറ്റിപ്പോയതിനെ ഞങ്ങൾ ഏറ്റു പറയാൻ തയ്യാറാകുകയാണ്, നീ കേൾക്കണം. അത് കഴിഞ്ഞ് കോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ. പിന്നെ ദൈവമാതാവിനെ അനുസ്മരിക്കുന്നു. അതിനുശേഷം വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്നു. പിന്നെ ഒരു ഏകവിശുദ്ധനെ അനുസ്മരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ദൈവമാതാവായ കന്യകമറിയാമിലൂടെ ലോകത്തിൻ്റെ രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലും അവൾ സഹിച്ച ത്യാഗത്തെ സ്വയം ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. അത് നമുക്ക് എത്രമാത്രം അനുഗ്രഹമായിരിക്കും എന്നതിനെ കൂടി അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കന്യാധികമാത എല്ലാ ഭാഗങ്ങളും ഞങ്ങൾക്ക് വന്നുകൊണ്ടുന്ന ഉപദ്രവങ്ങളെയും ഈ ലോക സമുദ്രത്തിൻ്റെ ഓളങ്ങളെയും ചുരുളെ നീ തടയണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അവൾ അനുഭവിച്ചു ഈ ലോകത്തിൻ്റെ സകല ക്ലേശങ്ങളും പുത്രൻ അനുഭവിക്കുന്നത് കണ്ട് അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്നുള്ളതായ വചനം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇവിടെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൂടുന്ന ഉപദ്രവങ്ങളെയും ഓളങ്ങളെയും ചുളികളെയും ഒക്കെ അവൾ മാതാവ് ഇങ്ങനെ പുത്രൻ തരണം ചെയ്യുന്ന കണ്ട് ഹൃദയത്തിലൊരു വാൾ കടന്നുപോയി സ്വയം സഹിച്ചവളാണ്. പിന്നെ വിശുദ്ധന്മാരോട്, അവിടെ വിശുദ്ധന്മാരോട് സഹതന്മാരോടും ഒക്കെയുള്ളതായ ആ ഒരു അപേക്ഷയാണ്. അവർ ചേർന്ന് നമുക്ക് വേണ്ടി നമ്മളോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി ഇവരെയൊക്കെ ഓർക്കുന്ന എന്തിനാണ്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയ ആ വിശുദ്ധന്മാരുടെ ജീവിതാവസാനം ഓർത്ത് അതിനെ അനുകരിച്ചു കൊള്ളുവീൻ. അപ്പോൾ അത് ഓർക്കണമെങ്കിൽ അവരെ ഓർക്കണം. സഹതന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്, നീതിമാന്മാരുണ്ട്. ഇവരെയൊക്കെ ആ സമയത്ത് നമ്മൾ ഓർക്കുന്നതായിട്ട് അവരുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സും ചിന്തകളും കടന്നു പോവുകയും അവരുടെ ത്യാഗങ്ങളെ നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഏകപരിശുദ്ധനോട് നീതിമാൻ്റെ ഓർമ്മ വാഴുവിനായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നീതിമാൻ്റെ ഓർമ്മ വാഴുവിനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിൻ്റെ ഇടവപ്പള്ളി ഏതാണ്, ആ പള്ളി ഏത് വിശുദ്ധൻ്റെ ശുദ്ധിമതിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു, അവരെ ഓർക്കാം. ഇനി അതല്ല, നിൻ്റെ ക്രിസ്തീയ വിശ്വാസ സ്വീകരണ സമയത്ത് നീ ഏത് വിശുദ്ധൻ്റെ പേര് ജ്ഞാനസ്നാന സമയത്ത് സ്വീകരിച്ചു, മാമോദിസ സമയത്ത് സ്വീകരിച്ചു, ആ വിശുദ്ധനെയും ഓർക്കാം. പിന്നെ അനുതാപമാണ്. ഇവരെയൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ അനുതാപം ഉണ്ടാവണം. കാരണം അവരെക്കുറിച്ചല്ല, ഇവരൊക്കെ ഇത്രയേറെ ക്ലേശങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചല്ലോ. അതുകൊണ്ട് ദൈവമേ, എൻ്റെ ഈ അനുതാപം നിൻ്റെ മുമ്പാകെ ഞാൻ സമർപ്പിക്കാം. സ്വയം അനുദപിക്കുക, പശ്ചാത്താപിക്കുക. കുറ്റബോധം അല്ല കേട്ടോ. കുറ്റബോധം ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടാക്കി തരുന്ന സാധനങ്ങൾ അതല്ല ഞാൻ പറഞ്ഞത്. അനുതാപം, പശ്ചാത്താപം, പാപത്തെക്കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവ്, അതുപോലെ തന്നെ അതിൽ നിന്നുള്ള മോചനം വേണമെന്നുള്ള ആഗ്രഹം, ഇതിനെല്ലാം കൂടെ ചേർത്ത് അനുദപിക്കുകയാണ്. പിന്നെ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളിയായി അവൻ്റെ ജീവനുള്ള വചനത്തെ അനുസരിച്ച് ജീവിച്ച് പറുദീസയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ നമ്മളെ പേരായിട്ട് നമുക്ക് അതിൽ ഓർക്കാൻ പറ്റില്ല, അവർക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. അപ്പം ആ പ്രാർത്ഥനയും കഴിഞ്ഞ് പിന്നെ അപേക്ഷയും കഴിഞ്ഞ് അതാത് ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ള പ്രാർത്ഥനയുണ്ട്. അതാത് ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ള പ്രാർത്ഥനകളും ചെല്ലുക. അതിനുശേഷം വീണ്ടും ത്രൈത്വ ശുദ്ധീകരണ പ്രാർത്ഥന നടത്തി അത് 2 തവണ. അത് 2 തവണയും കഴിഞ്ഞതിന് ശേഷം സൂത്താറ എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷണം. അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമെന്നുള്ളതായ സംരക്ഷണം അവിടെ ചോദിക്കുന്നു. അപേക്ഷ നടത്തുന്നു. മോർ അപ്രേമിൻ്റെ മെമ്മറോ ചൊല്ലുന്നു. ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനെതിരൊഴിഞ്ഞിട്ട് എന്നുള്ളതല്ല, അല്ലെങ്കിൽ കർത്താവെ കൃപയണമേ, പ്രാർത്ഥനയെ നീ കൈക്കൊള്ളണമേ, നിന്ദയും നിന്മോചനവും നിന്നറയിൽ നേകണമേ എന്നുള്ളതായ മെമ്മറോ, ഇങ്ങനെ അത് മൊത്തം ചൊല്ലുന്നു. ഇതൊക്കെ ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തുകയും പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അവർക്ക് ലഭിച്ച നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എതിരെ പോകുന്നു എന്നുള്ളതും എങ്ങനെയായിരുന്നു എന്നുള്ളതിനെയും കാണിച്ചു തരികയും ചെയ്യുന്നതാണ്. അതിനുശേഷം 91 സങ്കീർത്തനം 120 സങ്കീർത്തനം 91 സങ്കീർത്തനവും 120 സങ്കീർത്തനവും ദൈവവുമായിട്ടുള്ള സംഭാഷണം. ആ ദൈവവുമായിട്ടുള്ള സംഭാഷണം ദൈവം തരുന്ന മറുപടിയാണ് അതിനകത്തുള്ളത്. ആ മറുപടി നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ അവൻ്റെ സംരക്ഷണത്തിൽ നമ്മളായിത്തീരുന്നു. ആ 91 സങ്കീർത്തനവും കഴിഞ്ഞ് അപേക്ഷയും കഴിഞ്ഞ് പിന്നെ ക്രോബേന്മാരുടെ സ്തുതിപ്പുണ്ട്. അതാണ് ക്രോബേന്മാരുടെ സ്തുതിപ്പ്. ഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യമാണ്. കർത്താവിൻ്റെ ബഹുമാനം നിൻ്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കും. അത് 3 പ്രാവശ്യം. പിന്നെ വിശ്വാസ പ്രമാണവും കഴിഞ്ഞ്
ആ കൗമായുടെ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ളതായ ആ അപേക്ഷയും കഴിഞ്ഞ് അത് പൂർത്തീകരിക്കുന്നു. പിന്നെ പാതിരാത്രിയുടെ നമസ്കാരമാണ്. അവിടെയും നമ്മളീ പറഞ്ഞ പോലെ ത്രൈത്വ ശുദ്ധീകരണ പ്രാർത്ഥനയുടെ കൗമ നടത്തി, അതിൻ്റെ പാതിരായുടെ ഒന്നാം കൗമ നടത്തി, ഉറക്കമില്ലാത്തതുകൊണ്ടുള്ള എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ. അതിനൊക്കെ ഒരുപാട് ആ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്കുകളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോയാൽ അതിന് അർത്ഥങ്ങളുണ്ട്. വീണ്ടും 133, 118, 116 സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എനിയോനോ ഉണ്ട്. എനിയോനോ എന്ന് പറഞ്ഞാൽ ധ്യാന കീർത്തനങ്ങൾ എന്നാണ്. ഈ ധ്യാന കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എനിയോനോ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെയും പലപ്പോഴും ഗദ്യ രൂപത്തിലായതുകൊണ്ട് നമുക്കത് പാട്ടാണല്ല കീർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. പിന്നെ എഗ്ബോയുണ്ട്. എഗ്ബോ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ എഗ്ബോയും കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥനകൾ, അതിപ്പോൾ എന്തിനും മധ്യസ്ഥതയും അയക്കും എഗ്ബോ ഉണ്ട്, അല്ലാത്തതിനൊക്കെ എഗ്ബോ ഉണ്ട്. അപ്പോൾ എഗ്ബോ എങ്ങനെ? പിന്നെ കോലോകൾ, അത് ബോവൂസ് എന്ന് പറഞ്ഞാൽ അപേക്ഷ, പിന്നെ രണ്ടാമത്തെ കൗമ, പിന്നെ മൂന്നാം കൗമ. ഇതിനകത്തൊക്കെ എല്ലാം ഇങ്ങനെ കടന്നു പോയി. അതുപോലെ തന്നെ എന്താ പറയുക, മാർബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഴ്ചപ്പാട്ട് എന്ന് പറയുന്നത് മാതാവ് പറഞ്ഞതായ ആ പാട്ടാണ്. മറിയാൻ പറഞ്ഞെന്നാൽ എൻ്റെ ദൈവം എൻ്റെ കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതായ ആ പുകഴ്ച, മാതാവ് അവരുടെ ദൈവത്തെ പുകഴ്ത്തിയതുപോലെ നമ്മളും അവൾ പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുകഴ്ച പ്രാർത്ഥന അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിലൂടെ 55 വരെയുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകൾ ക്രോഡീകരിച്ചിരിക്കുന്നത്? സന്ദർഭവശാലല്ല, സാഹചര്യവശാലുമല്ല. നമ്മുടെ പിതാക്കന്മാർ നമുക്കിത് ക്രമീകരിച്ചു തന്നത് വ്യക്തമായ ബോധത്തോടും കൂടിയാണ്. അവർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുവിശേഷങ്ങളിലൂടെ ഈ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പഴയ നിയമത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് ഓരോ യാമങ്ങളിലെ പ്രാർത്ഥനകളിലൂടെ പഴയ നിയമത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലീഹന്മാരുടെ ഓർമ്മപ്പെടുത്തലിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ടോട്ടലി പറഞ്ഞാൽ വേദപുസ്തകത്തിലൂടെ മൊത്തം നമ്മൾ കടന്നുപോയി പ്രാർത്ഥിച്ചു വരുന്നത് പോലെ തന്നെയാണ് യാമപ്രാർത്ഥനകളില്ല. പിന്നെ സങ്കീർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രഭാത പ്രാർത്ഥനയ്ക്കകത്തും വീണ്ടും സങ്കീർത്തനങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ 51-ാം സങ്കീർത്തനം, 63-ാം സങ്കീർത്തനം ഒക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ പ്രത്യേക ധ്യാന കീർത്തനങ്ങളായ എനിയോനയുണ്ട്. ഇങ്ങനെ ഇതെല്ലാ പ്രാർത്ഥനകളും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവിടെയുണ്ട് പ്രഭാത പ്രാർത്ഥനയിലുണ്ട് മാതാവിനോടും വിശുദ്ധന്മാരോടും ഏകവിശുദ്ധനോടും പിന്നെ അനുതാപം വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം കടന്നു പോകുന്നുണ്ട്. മൂന്നാം മണി നമസ്കാരം വരുമ്പോഴും ഇതുപോലെ തന്നെ കോലോകളുണ്ട്, ബോവൂസയുണ്ട്. മധ്യാഹ്ന പ്രാർത്ഥന എന്ന് പറയുന്ന 6-ാം മണി നമസ്കാരം വരുമ്പോഴും കോലോകളുണ്ട്, ബോവൂസയുണ്ട്. ഇത്രയും കാര്യങ്ങളൂടെ നമ്മൾ കടന്നു പോയിട്ട് നമുക്കിതിനകത്തൊന്നും മനസ്സിലാക്കാൻ കഴിയേണ്ടത് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളുണ്ട്, പുതിയ നിയമത്തിലെ മാതാവിൻ്റെ പോഴ്ചപ്പാട്ടുകളുണ്ട്, അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനങ്ങളുണ്ട്, അതുപോലെ തന്നെ പിതാക്കന്മാരുടെ ജീവിത അനുഭവങ്ങൾ അവരനുഭവിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. നീതിമാൻ്റെ ഓർമ്മ വാഴുനായിരിക്കട്ടെ എന്നുള്ള വിധത്തിൽ ആ നീതിമാൻ്റെ ഓർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധന്മാർ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കണ്ട് അവരുടെ അവസാനം കണ്ട് അതിനെ അനുകരിച്ചുകൊള്ളൂ എന്നുള്ളതായ ഓർമ്മപ്പെടുത്തലുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പരിപൂർണമായ വിധത്തിൽ നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒരനുഭവമാണ് പ്രാർത്ഥന, യാമപ്രാർത്ഥനകൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വെക്കുക. പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല, അതെന്തിനാണെന്നുള്ളത്. ഇത് എവിടെ നിന്നൊക്കെ എടുത്തതാണ് എന്ന് കൃത്യമായിട്ട് ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊന്നും വലിയ കാര്യമല്ല, നമ്മളങ്ങ് സ്വയം തീരുമാനിക്കുകയാണ്. ഒരു ദിവസം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ആയിട്ട് ഓരോ അധ്യായങ്ങളെങ്കിലും വചനം വായിക്കുകയും ധ്യാനിക്കുകയും കൂടെ ചെയ്താൽ ഇതിനേക്കാൾ വലിയൊരു ധ്യാനമൊന്നുമില്ല. വിശുദ്ധ കുർബാനയിൽ എങ്ങനെ സംബന്ധിക്കണം, ഈ ആമപ്രാർത്ഥനകളൊക്കെ പൂർത്തീകരിച്ച് നീ സ്വയം പശ്ചാത്താപിക്കുന്നതിനും അനുദപിക്കുന്നതിനുമാണെന്ന് ദൈവത്തോട് സമ്മതിച്ച് വന്നിട്ട് ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള
തിന്മകളിൽ നിന്നും നീ വിടുവിക്കപ്പെട്ടവനോ വിടുവിക്കപ്പെട്ടോളോ ആയിത്തീരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. ഒച്ചയും ബഹളവും വെക്കുന്നിടത്ത് പോയിട്ടോ ഉടമ്പടിക്കാരുടെ പുറകെ പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. ഉടമ്പടി ദൈവത്തോട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മാമോദീസായിലൂടെയാണ് ഉടമ്പടി, അല്ലാണ്ട് പുതിയ ഉടമ്പടി ഒന്നുമില്ല. മാതാവിനോട് ഉള്ള ഉടമ്പടി എന്നത് വിശുദ്ധ വേദോസ്ത അടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാൽ തെറ്റാണ്. മാതാവിനോടുള്ള ഒരു ഉടമ്പടിയില്ല. ഉടമ്പടി ഉള്ളത് ദൈവത്തോടാണ്. അത് മാമോദീസായിലൂടെ നമ്മൾ ആർജിച്ച് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വേറൊന്നും അതിനകത്തില്ല. അപ്പോൾ ദൈവത്തോട് ഉടമ്പടി വെച്ചവൻ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പിതാക്കന്മാർ യാമപ്രാർത്ഥനയോടെ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് അതിന് കൃത്യം ഒരു ഡെഫിനേഷൻ തന്നെ സഭ കൊടുത്തിട്ടുണ്ട്. വിത്തുകളെ പ്രതിയുള്ളതായിട്ടും കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ കുരിശ് മരണത്തോട് അനുബന്ധിച്ചും ഉള്ളതിനെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് പാതിരാത്രിയിൽ അവൻ പിടിക്കപ്പെട്ടു, പ്രഭാതത്തിൽ വിധിക്കപ്പെട്ടു, 3-ാം മണി സമയത്ത് കുരിശ് ചുമക്കപ്പെട്ടു, 6-ാം മണി സമയത്ത് കുരിശ് തറയ്ക്കപ്പെട്ടു, 9-ാം മണി സമയത്ത് കുരിശിൽ നിന്നിറക്കി, സന്ധ്യാസമയത്ത് അടക്കപ്പെട്ടു, സൂതാറ സംരക്ഷണം. ഇത്രയും ക്രമം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വിശ്വാസപൂർവ്വം നീ ഇതിങ്ങനെ പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടിയിരിക്കും. പിതാക്കന്മാരൊക്കെ എങ്ങനെ ദൈവാനുഗ്രഹം പ്രാപിച്ചവരല്ലേ? അപ്പം അങ്ങനെ പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇതാ ഇവിടെ അവിടെ ഒരു ധ്യാനം, ഇവിടെ ഒരു ധ്യാനം. എത്ര സ്ഥലത്തോടുന്നു എനിക്കറിയാവുന്ന ഒത്തിരി ധ്യാനത്തിന് പോകുന്നവരുണ്ട്. ഇവരുടെയൊക്കെ മൈൻഡിൽ എന്താ കിടക്കുന്നതെന്നറിയോ? ഇവർ ധ്യാനത്തിന് അങ്ങോട്ട് ചെന്ന് കയറുന്നു. ഒരു സിനിമാ തിയേറ്ററിൽ പോയി അല്ലെ അടച്ചിട്ട ഒരു ഹോളിനകത്ത് വലിയ മ്യൂസിക് സിസ്റ്റത്തോടു കൂടി ഹൈ വോൾട്ട് ബോക്സുകളൊക്കെ വെച്ച് ഒരു പരിപാടി കൊണ്ട് നടത്തുമ്പോൾ മനുഷ്യൻ്റെ മൈൻഡ് കുറേ നേരം അതിനകത്ത് കോൺസെൻട്രേറ്റ് ആവും. അവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാമായി മാറും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് തീർന്നു. ഇതുകൊണ്ടാണ് പിന്നെ 6 മാസം കഴിയുമ്പോൾ ഒരു ധ്യാനം കൂടെ കൂടിക്കൂ, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ കുടിക്കൂ. ഇത് കേൾക്കാൻ കുറേ വിഡ്ഢികളായ ആളുകൾ ഓടി നടക്കുക. എന്നിട്ട് ധ്യാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ ചിന്ത എന്നാണ്. ദൈവവുമായിട്ട് ഏകാഗ്രമായി ചിന്തിച്ച് ധ്യാനിക്കുക എന്നുള്ളത്, അതാണ് ധ്യാനം. സംസാരിക്കുക എന്നുള്ളതാണ് ധ്യാനം. ആ ധ്യാനം വിട്ട് ഇങ്ങനെ ഓടി നടന്ന് അവസാനം മെൻ്റലി ഡിസോർഡറായി പോവുക പല ആളുകൾ. അതിനകത്ത് എഡ്യൂക്കേറ്റഡായിട്ട് ആളുകളുണ്ട്, വളരെ വിദ്യാഭ്യാസമ്പന്നരായിട്ട് ആളുകൾ ഉണ്ട്. അപ്പം അങ്ങനത്തെ അനുഭവത്തിലൂടെ ഒന്നും അല്ല പോകുന്നത്. കർത്താവ് നിന്നെ സ്വതന്ത്രന പാപബോധം നിനക്ക്, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റിപ്പോയി, എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണം. കുറ്റബോധം ഉണ്ടാക്കുന്ന ഉൽപ്പാദന കേന്ദ്രങ്ങളായിട്ട് ധ്യാന കേന്ദ്രങ്ങൾ മാറുന്നുണ്ട്. 10,000 പേര് വരുമ്പോൾ അതിന് ഒരാൾക്ക് എന്തെങ്കിലും അല്ലെ 10 പേർക്ക് എന്തെങ്കിലും ഇത് കിട്ടിയെങ്കിലായി. ഇങ്ങനെ കുറ്റബോധം പേർന്ന അനുഭവത്തിൽ ജീവിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇന്നൊക്കെ ചെയ്തു. ഞാൻ നീ കുമ്പസാരിച്ച് അവയെല്ലാം പറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നിനക്ക് തോന്നിയോ? നീ അങ്ങോട്ട് തോന്നുന്നില്ല. നേടാവേ കുമ്പസാരിച്ച് നീ അവയെ പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരപ്രകാരം നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെടും. 6 പാപങ്ങൾ മോചിക്കപ്പെടും, 6 പാപങ്ങൾ നിലനിർത്തപ്പെടും എന്നുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനപ്രകാരം നിൻ്റെ പാപങ്ങൾ മോചിച്ചു, നീ പൊക്കോ എന്ന് പറയുന്ന നിനക്ക് വിശ്വാസമില്ലെങ്കിൽ, ഒരു പുരോഹിതൻ അത് പറഞ്ഞ് അവനെ റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് നീ എൻ്റെ പാപങ്ങൾ മോചിച്ചൊന്ന് വിശ്വസിച്ച് പോകുന്നില്ല എങ്കിൽ നീ ആ ധ്യാന കേന്ദ്രത്തിൽ പോയാലും പോകില്ല, ഈ കൗൺസിലറുടെ അടുത്ത് പോയാലും പോകില്ല, അപ്പുറം പോയാലും പോകത്തില്ല, ഒരിടത്തും പോയാലും പോകത്തില്ല. അത് പ്രതീക്ഷിക്കരുത്. നീ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. വിശ്വസിക്കണം. എങ്ങനെ? മാർത്തയോട് യേശുക്രിസ്തു പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ ലാസറിനെ കബറിൽ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ആ കബറിൽ കടന്ന ലാസറിനെ നാറ്റം വെച്ചുവെന്ന് കൂടെ വന്നവർ പറഞ്ഞാൽ ലാസറിനെ വിളിച്ച് ഇറക്കി ജീവൻ കൊടുത്ത് പറഞ്ഞു വിടാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നിനക്ക് അവൻ്റെ മഹത്വം കാണാൻ കഴിയും. അല്ലെങ്കിൽ നീ അവിടെ പോയാലും ഇവിടെ പോയാലും കാണാൻ. അത് പ്രതീക്ഷിക്കേണ്ട. ചില ആളുകൾ കണ്ടിട്ടുണ്ടോ? അവർ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഒരു വിശുദ്ധൻ്റെ ഖബറിങ്കൽ പോകുന്നു, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെ ഓടി നടക്കുക, പേരും പ്രശസ്തിയുള്ള പള്ളികൾ തേടി ഓടി നടക്കുക. എന്താ കാരണം? പേരും പ്രശസ്തിയുള്ള പള്ളികളിൽ മാത്രമേ ദൈവം ഇരിക്കുന്നുള്ളൂ, വിശുദ്ധന്മാരിക്കുന്ന മധ്യസ്ഥ എന്നാൽ അവിടെ വന്നാലേ ഫലിക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ ബാക്കിയെല്ലാം പള്ളികൾ ഇടിച്ചു കളഞ്ഞാൽ മതി. അങ്ങനല്ല. ഇപ്പം ഞാൻ നടത്തുന്ന ഈ ദൈവാലയത്തിൽ ഈ കുരിശിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന അനേക അക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ളവരുണ്ട്. പള്ളി എപ്പോഴും തുറന്നല്ലോ ഇടുന്നത്.
എപ്പോൾ വന്നാലും ഒരു മെഴുകുതിരിയെങ്കിലും അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവർക്കും അനുഗ്രഹം കിട്ടുന്നില്ലേ? പേരും പ്രശസ്തിയും ഉണ്ടായിട്ടാണോ? അല്ല. അവിടെ ഭണ്ഡാരത്തിൽ ആളുകൾ പൈസ ഇടുന്നുണ്ട്. ആ പൈസ എടുക്കുമ്പോൾ പലപ്പോഴും പള്ളിയിലത്തെ ഭണ്ഡാരത്തിനേക്കാൾ കൂടുതൽ പൈസ അതിനകത്ത് കിട്ടാറുണ്ട്. അതിനർത്ഥം ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദൈവാലയമായിട്ടല്ല അത്. മറിച്ച് നീ നിൻ്റെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും, അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കേണ്ടത് യെരൂശലേമിലുമല്ല ഈ മലയിലുമല്ല എന്ന് പറയുന്ന കാലം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പള്ളി അത് ഭയങ്കര പ്രത്യക്ഷതയുള്ള പള്ളി. ബാക്കിയുള്ള പള്ളികളിൽ പ്രത്യക്ഷത ഇല്ലേ? ബാക്കിയുള്ള പള്ളികളിൽ നടത്തുന്ന ഇതേ ആരാധനകൾ തന്നെയല്ലേ? അതെ. മാതാവിൻ്റെ നാമത്തിൽ ഉള്ള പള്ളികളിൽ ഇടവക്കാരനായിരിക്കുന്നവൻ ഇവിടുന്ന് നേരെ ഓടും വേളാങ്കണ്ണിക്ക്, അല്ലെങ്കിൽ വേറൊരു പള്ളിയിലേക്ക്. അവിടെ ഇരിക്കുന്ന അതേ മാതാവിൻ്റെ ആ പ്രാർത്ഥനയുടെ ശക്തിയല്ലേ ഇവിടെയുള്ളത്. അല്ലെങ്കിൽ ക്യൂറിയസാരുടെ നാമത്തിൽ ഉള്ള ഒരു പള്ളി ഇടവക്കാരനായിരിക്കുന്നവൻ അടുത്ത ക്യൂറിയസാരുടെ നാമത്തിലുള്ള പള്ളിയിലേക്ക് അല്ലെങ്കിൽ വേറെ പള്ളിയിലേക്ക് ഓടുന്ന കാണുമ്പോൾ ചിരി വരാറുണ്ട്. നീ എൻ്റെ ഇടവപ്പള്ളിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇടവപ്പള്ളി ആരുടെ നാമത്തിൽ ഇരിക്കുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ച് ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു, ആ വിശുദ്ധൻ്റെ അല്ല ശുദ്ധിമതിയുടെയോ നിന്നോട് ചേർന്നുള്ള അപേക്ഷ നീ എവിടെ നിന്ന് അർപ്പിച്ചാലും അവനോട് ചേർന്ന് അർപ്പിച്ചാൽ അതിന് ഫലം ഉണ്ടാവും. അത് വിശ്വസിക്കാണ്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, ഇതാ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ, അവിടെ എന്ന് പറയുമ്പോൾ അവിടെ, അപ്പുറം എന്ന് പറയുമ്പോൾ അങ്ങോട്ട്. ഈ ധ്യാനകേന്ദ്രം പോരാ, ഉടനെ വേറെ സ്ഥലത്തേക്ക് പോവാം. ഈ ധ്യാനകേന്ദ്രം പോരാ, വേറെ സ്ഥലത്തേക്ക് പോവാം. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മുഴുവൻ ധ്യാനകേന്ദ്രങ്ങളുടെയും എണ്ണം എടുത്താൽ, ഇവിടെയെല്ലാം പോയിട്ടുള്ള ആളുകളുടെ എണ്ണം എടുത്താൽ, ഇന്ന് കേരളം പറുദീസേക്കാൾ നല്ലൊരു സ്ഥലമായി മാറിയത് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കെങ്കിലും. കാരണം അവരുടെ ഇടയിൽ കലഹം ഉണ്ടാകത്തില്ല, വീട്ടുവഴക്കുണ്ടാകത്തില്ല, മറ്റു പ്രശ്നങ്ങളുണ്ടാകത്തില്ല, ആരെയും ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല, ഒന്നും ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പം മനുഷ്യൻ്റെ ബേസിക് സ്വഭാവങ്ങൾ അവിടെ മാറുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ധ്യാനകേന്ദ്രങ്ങളുണ്ടായിട്ടും ക്രിസ്ത്യാനികൾക്കിടയിൽ, ഈ ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ടുള്ളവരുടെ പോലും ഇത്രയും കുറ്റകൃത്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ ധ്യാനകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് പലപ്പോഴും സഭ കണ്ടിട്ടുണ്ട്. അതാണ് ഈ ധ്യാനകേന്ദ്രങ്ങൾ. ഇത് തന്നെയാണ് കൃപാസനത്തിലും ഒക്കെ നടക്കുന്ന തട്ടിപ്പ്. ഇതൊക്കെ തന്നെയാണ്. ഇതിൽ കൊണ്ടുവന്ന് കാശ് ചുരിഞ്ഞു. വിശക്കുന്ന നിൻ്റെ വീടിൻ്റെ അയലക്കത്തുണ്ട്, നിൻ്റെ മുമ്പിൽ വരുന്ന ഭിക്ഷക്കാരനുണ്ട്, നീ കൊടുക്കൂല. ഒരു നേരത്തെ ആഹാരത്തിന് ചോദിച്ച് മേടിച്ച് തരാമെന്ന് ചോദിക്കുന്നവരുണ്ട്, മരുന്നിന് വരുന്നവരുണ്ട്, നീ കൊടുക്കൂല. ഇങ്ങനെയാ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പോയിക്കോ, ലക്ഷങ്ങൾ അവിടെ ഇട്ടു അല്ലെങ്കിൽ കൊടുത്തു. എനിക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അവരുടെ വീടും പറമ്പും വിൽക്കണം. അപ്പോൾ ഇങ്ങനെ വിളിക്കും, അച്ഛാ ഒന്ന് വീടും പറമ്പും വിൽക്കാൻ പ്രാർത്ഥിക്കണം. ശരി, ആയിക്കോട്ടെ, നല്ല കാര്യം, ഞാൻ പ്രാർത്ഥിച്ചേക്കാം. നിങ്ങൾ അവരുടെ പ്രതിസന്ധികളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു ദിവസം അവരുടെ തന്നെ മകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, അച്ഛ അമ്മ ഒരു പണി കാണിച്ച്. ഞാൻ ചെന്ന മോളെ, അമ്മ ചെയ്ത പണി എന്നറിയോ, യൂട്യൂബിലെങ്ങാണ്ട് ഒരു 33-30 ധ്യാനം കണ്ടാൽ മതി നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ കിട്ടിയ പൈസ വസ്തു വിറ്റ് കടം വീട്ടി ബാക്കി കയ്യിലുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ അവർക്കും കൊടുത്തു. എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു, കൊടുത്തില്ല, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഇത്തരം തട്ടിപ്പുകളിൽ അത്രയും വിദ്യാഭ്യാസമുള്ളവർ തന്നെ ചെന്ന് ചാടുമ്പോൾ ചിരിക്കല്ലാണ്ട് നമ്മളെന്താ പറയുക? അവരുടെ മകൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ശരിക്കും എനിക്ക് ചിരി വന്നുപോയി. മനുഷ്യൻ ഇങ്ങനെയാവരുത്. നിൻ്റെ അജ്ഞതയെ മറ്റുള്ളവർ മുതലെടുത്ത് തിന്മയിലേക്ക് നയിക്കാണ്ട് വരുത്തരുത്. നീ വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ. വിശ്വസിക്കുന്നവർ ഈ ചെറിയ വല്ലൊരുവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തുള്ളെങ്കിലും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിലാണെങ്കിൽ അവനത് ഫലം ചെയ്യും. എന്തിനാ ഒരു പിടി മണ്ണെടുത്ത് കൊടുത്തിട്ട് നീ പോ, നിൻ്റെ കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അവനത് ഫലം ചെയ്യും. അവൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് നീ ഇത്ര രൂപ പള്ളിയിൽ അടച്ചെങ്കിൽ മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ യേശുക്രിസ്തുവിനെ കാണാൻ ചീട്ടെടുക്കണമായിരുന്നു, യേശുക്രിസ്തുവിനെ കാണാൻ റെസീറ്റ് എടുക്കണമായിരുന്നു, പൈസ അടച്ച് പത്രം വിൽക്കണമായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. രക്ഷ സൗജന്യമാണ്, ഞാൻ സൗജന്യമായിട്ട് നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് ആ സൗജന്യം വേണ്ട. ഞാൻ കൊണ്ടുവന്ന ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിലോ ഏതെങ്കിലും ഇതുപോലത്തെ തട്ടിപ്പ് കേന്ദ്രത്തിലോ കൊടുക്കും. എന്നാലും വിശന്ന് കിടക്കുന്നതിനുള്ള ഗ്ലാസ് വെള്ളം കൊടുക്കും, ദാഹിച്ചിരിക്കുന്ന ഗ്ലാസ് വെള്ളം കൊടുക്കില്ല, വിശക്കുന്നതിനപ്പം കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നീ നിൻ്റെ യാമപ്രാർത്ഥനയോടെ കടന്നു പോകുമ്പോൾ, ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ നിനക്കുണ്ടാകുമ്പോൾ, നീ കരുണയും, നിന്നോട് കരുണ ദൈവം കാണിക്കുന്ന പോലെ തന്നെ നീ മറ്റുള്ളവരുടെ ദയയും കാണിക്കണം. അതാണ് നമ്മുടെ യാമപ്രാർത്ഥനകളുടെ ആത്യന്തികമായ അർത്ഥം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.